എല്ലാവർക്കും വന്ദനം. വെറിറ്റാസ് പ്രോബിൻ്റെ കുടക്കീഴിലുള്ള അഗൊറ യൂട്യൂബ് ചാനൽ ഒരുക്കുന്ന വാലിയൻ ദിനാശംസ എന്ന ഈ പരിപാടിയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ജെയിംസ് വർഗീസ്. ഞാനൊരു ചെറിയ കാലയളവ് ഒരു ജന്തുശാസ്ത്ര അധ്യാപകനായിട്ടും അതിനുശേഷം സർക്കാരിൽ വിവിധ തുറകളിലും ജോലി ചെയ്യാനിടയായി. ഇപ്പോൾ യുവാക്കന്മാരുടെ നന്മയ്ക്കായിട്ടുള്ള ക്ലാസ്സുകൾ എടുക്കുക, സിവിൽ സർവീസിന് വേണ്ടി അവരെ ഒരുക്കുക, ഇങ്ങനെയുള്ള ചില സേവനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നോടൊപ്പം ഇന്ന് പ്രശസ്ത ഫാമിലി കൗൺസിലറും മോട്ടിവേഷൻ സ്പീക്കറും മനഃശാസ്ത്രജ്ഞനും പ്രഭാഷകനുമായ എൻ്റെ സുഹൃത്ത് ശ്രീ ബെൻസിക് മിറാണ്ടയും പങ്കെടുക്കുന്നു. അദ്ദേഹത്തിൻ്റെ ചില മോട്ടിവേഷൻ വീഡിയോകൾ 20 ലക്ഷം പേരൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഫാമിലി കൗൺസിലിങ്ങിനെ സംബന്ധിച്ചുള്ള അനേക വീഡിയോകൾ ലക്ഷക്കണക്കിന് ആളുകൾ കാണാനിടയായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ തീർച്ചയായിട്ടും വിലയുള്ളതാണ്. നമുക്ക് ഇന്ന് ഒരുമിച്ച് ഇങ്ങനെ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനിടയാകുന്നത് എന്നെ സംബന്ധിച്ച് വലിയൊരു ഭാഗ്യമാണ്. ശ്രീ ബെൻസിക്, ഇന്ന് യുവത ഏതെങ്കിലും ഒരു ആഘോഷത്തിനായിട്ട് കാത്തിരിക്കുന്ന ഒരവസ്ഥയാണ്. ഐസ്ക്രീം ദിനം അല്ലെ ചോക്ലേറ്റ് ദിനം, ഇങ്ങനെയൊക്കെ പുതിയ പുതിയ ദിനങ്ങൾ കണ്ടെത്തി എങ്ങനെയെങ്കിലും കൂടുതൽ സമ്മാനങ്ങൾ അന്യോന്യം വാങ്ങിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ആഹാരം കഴിച്ച് സന്തോഷിക്കുക, അല്ലെങ്കിൽ ഒരുമിച്ച് കൂട്ടം കൂടി ആഹ്ലാദിക്കുക. അങ്ങനെ ആഹ്ലാദത്തെ ഒരു ജീവിത ലക്ഷ്യമായി കാണുന്ന ഒരു തലമുറയുടെ മധ്യത്തിലാണ് നമ്മളിന്ന് ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് വാലന്റൈൻ ഒരു കേവലം ആഘോഷം മാത്രമല്ല, അത് സംസ്കാരത്തിൻ്റെ ഒരു ഭാഗമായിട്ട് മാറിയിട്ടുണ്ട്. എന്നാൽ ഇതിൻ്റെ വേരുകൾ എവിടെയാണ്? ഇത് ശരിക്കും മതപരമായിട്ടുള്ള ഒരാഘോഷമാണോ, അതോ ഇത് സെക്കുലറായിട്ടുള്ള ഒരാഘോഷമാണോ? ഇത് നമ്മുടെ സമൂഹത്തിന് പൊതുവെ ഒരു സെക്കുലർ പോയിൻ്റ് ഓഫ് വ്യൂവിൽ തന്നെ, ഒരു ഭൗതിക വീക്ഷണകോണിൽ തന്നെ ഗുണകരമാണോ, ആത്മീക വീക്ഷണകോണിൽ ഇത് നന്മയാണോ ചെയ്യുന്നത്? ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കാനുണ്ട്. നമുക്ക് ഇന്ന് ഈ വിഷയത്തെക്കുറിച്ച് ചിന്തിക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു. നല്ലൊരു വിഷയമാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. ലൂപ്പർകാലിയ എന്നും പറഞ്ഞ ഒരു പഴയകാല ആഘോഷത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. എൻ്റെ മനസ്സിൽ ഈ വാലന്റൈൻ ദിനവും അതും തമ്മിൽ എന്തെങ്കിലും സാമ്യമുണ്ടോ എന്നൊരു ചിന്ത ഇങ്ങനെ കുറേ നാളായിട്ടുണ്ട്. എന്താണ് ഈ ലൂപ്പർകാലിയ? അതേക്കുറിച്ച് അറിഞ്ഞിട്ടില്ലാത്ത പലരും നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കും. എന്താണ് ഈ ലൂപ്പർകാലിയ? നമ്മൾ ഏതൊരു വിഷയവും പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ അതിൻ്റെ ചരിത്രത്തിലോട്ട് പോകുന്ന വളരെ നല്ലതായിരിക്കും. അപ്പോൾ അതിൻ്റെ ആധികാരികത എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഇടയാവും. ലൂപ്പർകാലിയ എന്ന് പറയുന്നത് ഫെബ്രുവരി 13 മുതൽ 15 വരെ ഉള്ള ദിവസങ്ങളിൽ പുരാതന റോമിൽ ലൂപ്പർകാലിയ എന്ന് പറഞ്ഞിട്ടൊരു മൂഢ ജാതീയ ആഘോഷങ്ങൾ നടന്നിരുന്നു. അപ്പോൾ അവിടെ ഈ മൃഗങ്ങളെ ബലിയർപ്പിക്കുക, അതുപോലെ തന്നെ അവയുടെ രക്തം പുരണ്ട ചാട്ടവാറുകൾ കൊണ്ട് സ്ത്രീകളെ അടിക്കുക, ഇത് ആസ്വദിക്കുന്നതിലൂടെ ഈ പ്രജനന ശക്തി അല്ലെങ്കിൽ റീപ്രൊഡക്ഷൻ സിസ്റ്റം അത് ആക്റ്റീവാകുകയും അത് ഒരു നല്ല അനുഗ്രഹം അല്ലെങ്കിൽ ഒരു നല്ല കാര്യമായിട്ട് അന്നത്തെ ആളുകൾ വിശ്വസിച്ചിരുന്നു. പഴയ കാലത്ത് ഫെർട്ടിലിറ്റി റൈറ്റ്സ് പലതും ഉണ്ടായിരുന്നല്ലോ. അതുപോലെ ഒരു ഫെർട്ടിലിറ്റി റൈറ്റ്, അതായത് കുഞ്ഞുങ്ങളെ കൂടുതൽ ലഭിക്കാൻ വേണ്ടിയുള്ള ഒരു മാർഗമായിട്ട് അവരിത് കണ്ടിരുന്നു എന്ന് വേണം ചിന്തിക്കാൻ, അല്ലേ? അതെ, തീർച്ചയായിട്ടും. അതുപോലെ ഞാൻ എവിടെയോ വായിച്ചു, ഈ ലൂപ്പർകാലിയയുടെ ആഘോഷത്തിൻ്റെ സമയത്ത് കുറേയധികം പെൺകുട്ടികളുടെ പേര് ഒരു ഭരണിയിൽ എഴുതിയിട്ടിട്ട് യുവാക്കന്മാർ ചീട്ടെടുത്ത് അതിൽ നിന്നുള്ള ചീട്ടുകൾ എടുത്തിട്ട് ആരെ അവർക്ക് ലഭിക്കുന്നുവോ അവരുമായിട്ട് ഈ കാലഘട്ടത്തിൽ അവർക്കുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനൊക്കെയുള്ള അനുവാദം ഉണ്ടായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. അതും ശരിയായിരിക്കും, അല്ലേ? അതെ, അന്ന് അങ്ങനെ ഒരു രീതി ഉണ്ടായിരുന്നു. എന്നാൽ AD 496 പോപ്പ് ഗാലിയസ് I അദ്ദേഹമാണ് ഈ ഒരു അശ്ലീലമായ ഈ ഒരു സംസ്കാരത്തെ പൂർണ്ണമായിട്ട് അങ്ങ് നിരോധിക്കാനായിട്ട് തീരുമാനിച്ചത്. അതിന് പകരം അത് ഒരു ക്രിസ്തീയവൽക്കരിക്കുന്ന രീതിയിൽ, അപ്പോൾ ജനങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആഘോഷം വേണമല്ലോ, അപ്പോൾ അതൊന്ന് ക്രിസ്തീയവൽക്കരിക്കുന്ന രീതിയിൽ സെയിൻറ്റ് വാലന്റൈൻസ് ഡേ എന്ന പേര് ഇതിന് മാറ്റപ്പെട്ടു. അങ്ങനെയാണ് ആദ്യമായിട്ട് ഈ പേര് തന്നെ നമ്മുടെ സമൂഹത്തിൽ പറഞ്ഞു കേൾക്കുന്നത്. ഓക്കെ, ആരാണ് ഈ വാലന്റൈൻ? പേര് കേട്ടിട്ട് തന്നെ ഒരു കത്തോലിക്ക പുണ്യവാളനോ മറ്റോ ആണെന്ന് തോന്നുന്നു. ശരിക്കും വാലന്റൈൻ എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ പേരാണ്.
മൂന്നാം നൂറ്റാണ്ടിൽ റോമിൽ ജീവിച്ചിരുന്ന ഒരു വൈദികനായിരുന്നു ഇദ്ദേഹം. അന്ന് ഇദ്ദേഹം നല്ലൊരു മനുഷ്യനെ പോലെ ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹം സൈനികർക്ക് വിവാഹം നിരോധിച്ചിരുന്ന കാലത്ത് ദൈവികമായ വിവാഹത്തിന് പ്രാധാന്യം നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെ രഹസ്യമായി അവരെ വിവാഹം കഴിപ്പിച്ച് വാലന്റൈൻസ് ഒരു രക്തസാക്ഷിയായി പിന്നെ തീരുകയായിരുന്നു. റോമിലെ വൈദികരായിരുന്ന വാലന്റൈനാണ് വാലന്റൈൻസ് ദിനവുമായി ബന്ധപ്പെട്ട് നാം ഇന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ആരാണ് ഈ വാലന്റൈനെ വധിച്ചത്? അന്ന് ഏകദേശം AD 270 ചരിത്രങ്ങളിൽ നാം കാണുന്നത് ക്ലൗഡിയസ് രണ്ടാമൻ എന്ന് പറയുന്ന ചക്രവർത്തിയുടെ ഭരണകാലത്താണ്. റോമൻ ചക്രവർത്തിയുടെ ഭരണകാലത്താണ് വാലന്റൈൻസ് വധിക്കപ്പെട്ടത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അക്കാലത്ത് ക്രിസ്തീയ പീഡനം അതിൻ്റെ ഏറ്റവും ഉന്നതമായ രീതിയിൽ ഇങ്ങനെ ഉയർന്നു നിൽക്കുന്ന ഒരു സമയമായിരുന്നു. അതുകൊണ്ട് തന്നെ വാലന്റൈൻസ് ഒരു രക്തസാക്ഷിയായത് ക്രിസ്തുവിനോടുള്ള സ്നേഹത്തെയും വിശ്വാസത്തെയും ഒക്കെ പ്രകീർത്തിച്ചുകൊണ്ട് അതിൻ്റെ പ്രതീകമായിരുന്നു എന്ന് ആളുകൾ വിശ്വസിക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ ഇത് കാലക്രമേണ മധ്യകാലഘട്ടത്തിലെ കവിയും എഴുത്തുകാരനുമായിരുന്ന കഥാകാരനായിരുന്ന ജെഫ്രി ചോസർ ഇതിനെ ഒരു പ്രണയവുമായി കണക്ട് ചെയ്ത് ഒടുവിൽ അവസാനം ഇത് പ്രണയിക്കുന്നവർക്കുള്ള ഒരു രക്തസാക്ഷിയായി തീർന്ന സംഭവമായിട്ട് ഇതിനെ വരുത്തിയെടുക്കുകയായിരുന്നു. ഈ വാലന്റൈൻസ് ഡേ അതിന് സാധാരണ യുവജനങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഞാനൊക്കെ ആ കാലമൊക്കെ കഴിഞ്ഞതുകൊണ്ട് ഈ തലമുറയുടെ ആഘോഷങ്ങളെക്കുറിച്ച് വലിയ ഐഡിയ ഇല്ല. ഈ നാളുകളിൽ ഈ വാലന്റൈൻസ് ഡേ എന്ന് പറയുന്നത് തന്നെ കമിതാക്കൾ വളരെ പ്രതീക്ഷയോടെയാണ് ഇതിലോട്ട് വരുന്നത്. അതായത് എന്നെ സ്നേഹിക്കുന്ന ആൾ എനിക്ക് എന്തൊക്കെയോ സമ്മാനങ്ങൾ നൽകുമെന്നുള്ള രീതിയിൽ. അപ്പോൾ രണ്ടുപേരും മെൻ്റലി അതിന് പ്രിപ്പയർ ആയിരിക്കും, മിക്കവാറും രണ്ടുപേരും പ്രിപ്പയർ ആയിരിക്കും. അപ്പോൾ ഇതിനകത്ത് ഈ കമ്മിറ്റ്മെൻ്റ് എന്നുള്ള ഒരു കാര്യം കൂടെ ഇതിനകത്ത് ഇവർ ആഡ് ചെയ്യുന്നുണ്ട്. ആ കമ്മിറ്റ്മെൻ്റ് എന്ന് പറയുന്നത് തെറ്റിദ്ധരിക്കപ്പെടുന്ന രീതിയിലാണ് അതിൻ്റെ ആശയം പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സമ്മാനങ്ങൾ കൊടുക്കുക, ചോക്ലേറ്റുകൾ. എനിക്കൊന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഈ സമയത്താണെന്ന് തോന്നുന്നു ചോക്ലേറ്റുകൾ വിൽക്കപ്പെടുന്നത് എന്നുള്ളതാണ്. ഈ ചോക്ലേറ്റിനകത്ത് ഈ ഡോപ്പമിൻ ഷൂട്ടപ്പ് ചെയ്യുന്ന ഒരു സംവിധാനം കൂടെ ഉണ്ട്. അപ്പോൾ ഇത് കൊടുക്കുന്നതിലൂടെ സ്നേഹ ഹോർമോൺ ആക്റ്റീവ് ആകും എന്നുള്ളൊരു ഇത് കൂടെ ഉണ്ട്. പക്ഷേ അതെല്ലാം ഈ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ് ഇരിക്കുന്നത്. എനിവേ, ഈ സാഹചര്യത്തിൽ സമ്മാനങ്ങൾ കൊടുക്കുന്നു അല്ലെങ്കിൽ സമ്മാനങ്ങൾ വാങ്ങുന്നു. എന്നാൽ ഇപ്പോഴുള്ള മറ്റൊരു കൾച്ചറുള്ളത് ഈ നൽകുന്ന സമ്മാനം ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്തതായിരിക്കണം എന്നൊരു ചിന്താഗതി നമ്മുടെ ഇപ്പോഴത്തെ ജെൻസി സംസ്കാരത്തിലുള്ളത് കൊണ്ട് ആ മറക്കാനാവാത്തത് എന്താണ് എന്ന് രണ്ടുപേരും ഡിസ്കസ് ചെയ്ത് അവസാനം എത്തുന്നത് പ്രീമാരിറ്റൽ സെക്ഷൽ റിലേഷൻഷിപ്പിലോട്ട് തന്നെയായിരിക്കും. ഇപ്പോഴത്തെ എല്ലാ 90% ബന്ധങ്ങളും ഈ പ്രീമാരിറ്റൽ സെക്സുമായിട്ട് കണക്ട് ചെയ്ത് വരികയാണ്. അപ്പോൾ മറക്കാനാവാത്ത സമ്മാനങ്ങൾ ഈ രീതിയിൽ മ്ലേച്ഛമായ അല്ലെങ്കിൽ മോശമായ ബന്ധങ്ങളിലേക്ക് പോകുന്നു. അത് കുറച്ച് നാൾ ഇവർ ആഘോഷിക്കും. കുറച്ച് കഴിയുമ്പോൾ ഈ കമ്മിറ്റ്മെൻ്റ് എന്നുള്ള സാധനം അങ്ങ് പൊളിയുകയാണ്. അപ്പോഴത്തേക്കും പിന്നെ നീ എന്നെ തേച്ചു, നമ്മളിപ്പോഴത്തെ പിള്ളേർ ഉപയോഗിക്കുന്നത് നീ എന്നെ തേച്ചു അല്ലെങ്കിൽ അവൾ എന്നെ തേച്ചു. അപ്പോൾ ഈ ഒരു വിഷമം, അതായത് മനുഷ്യനുണ്ടാകുന്ന ഏറ്റവും വലിയ ഇതെന്നുള്ളത് നമ്മൾ വിശ്വസിച്ച ഒരാൾക്ക് നമ്മളെ കമ്മിറ്റ് ചെയ്യുന്നു, പക്ഷെ അയാൾ നമ്മളെ വഞ്ചിക്കുന്നു. അത് മറക്കാനാവാത്ത ഒരു മുറിവിലേക്കാണ് പോകുന്നത്. മറക്കാനാവാത്ത സമ്മാനത്തിൽ തുടങ്ങി അവസാനം എത്തുന്നത് മറക്കാനാവാത്ത മുറിവിലേക്കായിരിക്കും. ഇവിടെയാണ് യഥാർത്ഥ സ്നേഹം എന്താണെന്ന് മനസ്സിലാക്കേണ്ടത്. ഈ ലൂപ്പർകാലിയ എന്ന് പറയുന്ന ആ കാലത്തെ കിരാതമായ ആഘോഷം നിർത്താൻ കഴിഞ്ഞു എന്നുള്ളതൊരു നല്ല നേട്ടം തന്നെയാണ്. പ്രത്യേകിച്ച് അതിലെ രക്തം പകർന്ന ചാട്ടവാറ് കൊണ്ട് സ്ത്രീകളെ അടിക്കുക, അതുപോലുള്ള ക്രൂരമായിട്ടുള്ള കാര്യങ്ങളില്ല എന്നുള്ളത് ആശ്വാസകരം തന്നെയാണ്. എന്നാലും അതിലുണ്ടായിരുന്ന സ്ത്രീകളെ നറുക്കിട്ടെടുത്ത് ലൈംഗിക ആവശ്യങ്ങൾക്ക് ആ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന ആ രീതി ഒരു പുതിയ ഫോമിൽ പഴയ വീഞ്ഞ് ഒരു പുതിയ തുരുത്തിയിൽ പകരുന്നത് പോലെ ഈ വാലന്റൈൻസ് ദിനാഘോഷങ്ങളിലും കടന്നു വന്നിട്ടുണ്ടോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മളൊരു ആത്മീക തലത്തിൽ നിന്ന് മാത്രമല്ല ഒരു ഭൗതിക തലത്തിൽ നിന്ന് നോക്കുമ്പോഴും അല്ലെങ്കിൽ സെക്യുലറായിട്ട് നോക്കുമ്പോഴും ഇന്നത്തെ തലമുറയെ ഈ വാലന്റൈൻ ദിനാഘോഷം എങ്ങനെ ബാധിക്കുന്നുണ്ട്? ഇത് തീർച്ചയായിട്ടും നമ്മൾ വളരെ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണ്. പ്രത്യേകിച്ചും ഈ വാലന്റൈൻസ് ഡേ എന്ന് പറയുന്നത് ഇതൊരു മതപരമായ ചടങ്ങിൽ നിന്ന് വളരെ വ്യത്യസ്തമായ വേറൊരു തലത്തിലോട്ട് ഇത് മാറി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പ്രധാനമായിട്ട് ഇത് ബന്ധങ്ങളുടെ വില ഇടിയാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അതായത് അന്നത്തെ കാലത്തെ ഇന്ന് ഈ സ്നേഹം എന്ന് പറയുന്നത് ഒരു പ്രതിബദ്ധത എന്നുള്ളതിനേക്കാൾ കവിഞ്ഞ്
ഇതൊരു വികാരത്തിൻ്റെ ഇതിലോട്ട് മാറിക്കഴിഞ്ഞു. അപ്പോൾ ഏത് സമയവും ആർക്കും എന്താണോ ഫീൽ ചെയ്യുന്നത് അതുപോലെ ഈ സ്നേഹബന്ധത്തിലോട്ട് പോകുക, താൽക്കാലിക വികാര സംതൃപ്തി മാത്രം. അതെ, എനിക്കിപ്പോൾ തോന്നുന്നില്ല സ്നേഹിക്കാൻ, അതുകൊണ്ട് ഞാനങ്ങ് വിടുകയാണ് എന്നുള്ള രീതിയിൽ ബന്ധങ്ങൾ തകർന്നു പോകുന്ന ഒരു സാഹചര്യത്തിലോട്ട് എത്തിക്കഴിഞ്ഞു. മറ്റൊരു കാര്യം എന്നുള്ളത് ഈ ഉപഭോഗ സംസ്കാരം എന്ന് പറയുന്ന ഒരു ഇതിലോട്ട് പോയി കഴിഞ്ഞു. അതായത് പണം ഇതിൻ്റെ പിന്നിൽ ഒരു പ്രധാനപ്പെട്ട ഘടകമായി കഴിഞ്ഞു. കഴിഞ്ഞ ചില മാസങ്ങൾക്ക് മുമ്പ് ഒരു കുട്ടി കൗൺസിലിങ്ങിന് വന്നു. അപ്പോൾ വളരെ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി പാരൻസുമായിട്ട് കൗൺസിലിങ്ങിന് വന്നു. അപ്പോൾ ഈ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി മാസങ്ങളോളം എവിടെ നിന്നൊക്കെയോ കരുതി വെച്ചിരുന്ന പണം കൊണ്ട് ഇവൻ 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന മറ്റൊരു പെൺകുട്ടിക്ക് ഇവൻ സമ്മാനം വാങ്ങാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പോൾ ഇവന് പൈസ കിട്ടാത്തത് കൊണ്ട് ഇവൻ വീട്ടിൽ നിന്നും ഇതിനു വേണ്ടി മോഷ്ടിക്കേണ്ടി വരുന്ന ഒരു കാര്യം. അപ്പോൾ ഈ സ്നേഹബന്ധം നിലനിർത്താൻ എന്തും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലോട്ട് കൊച്ചുകുട്ടികൾ പോലും പോകുന്നു എന്നുള്ളത് വളരെ ദുഃഖകരമായൊരു കാര്യമാണ്. അമേരിക്കയിൽ നിന്നുള്ളൊരു റിപ്പോർട്ട് കണ്ട്, അതായത് ഈ വാലന്റൈൻ കാലഘട്ടത്തിൽ കോടാനുകോടി രൂപയുടെ കച്ചവടം, പ്രത്യേകിച്ച് സമ്മാനങ്ങളും അതുപോലുള്ള സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് ചെലവിടുന്നുണ്ടെന്ന്. ഇത് പിന്നീട് യുവാക്കന്മാരെയും യുവതികളെയും ഒക്കെ വലിയ കടക്കിണിയിലേക്ക് മാറ്റുന്നു എന്നൊരു റിപ്പോർട്ട് കാണാനിടയായി. അതെ അതെ അതെ. മറ്റൊന്ന് ഈ സദാചാരത്തിൻ്റെ ആ ഒരു മൂല്യം അത് ഭയങ്കരമായിട്ട് തകർന്നു പോയി കഴിഞ്ഞു എന്നുള്ളതാണ്. അവിടെ ഈ കുടുംബ ബന്ധത്തിൻ്റെ ആ ഒരു നല്ലൊരു മാന്യമായ ഒരു ബന്ധമുണ്ടായിരുന്നു, പവിത്രത. അതിൽ നിന്നും നേരെ ഓപ്പോസിറ്റായിട്ട് ആർക്കും ഏത് പ്രായക്കാരെയും ഏത് സാഹചര്യത്തിലും ഈ ഒരു കണ്ണോടുകൂടെ സമീപിക്കാമെന്നുള്ള ഒരു ലൈസൻസ് കിട്ടിയെന്നുള്ളത് ഒരു അപകടകരമായ കാര്യമാണ്. മാത്രമല്ല LGBTQ-നൊക്കെ വലിയ ഒരു ആഘോഷ സമയമാണ് വാലന്റൈൻ. അതെ 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 കഴിയുന്നത്. അതെ. പണ്ടൊക്കെ ഒരു പുരുഷനും സ്ത്രീയും തമ്മിലുള്ള ഒരു സ്നേഹബന്ധമാണെങ്കിൽ ഇന്ന് പുരുഷന് വാലന്റൈൻസ് ഡേക്ക് സമ്മാനം കൊടുക്കുന്ന വിചിത്രമായ കാര്യങ്ങളിലോട്ട് പോകുന്നുണ്ട്. അതെ. ഇതിൻ്റെ മറ്റൊരു പ്രധാന വശമാണ് മാനസികാരോഗ്യത്തിലുള്ള തകർച്ച എന്ന് പറയുന്നത്. അതായത് പങ്കാളികളില്ലാത്ത യുവതി യുവാക്കന്മാർക്കൊക്കെ തങ്ങൾക്ക് എന്തോ ഒരു കുറവുണ്ടെന്ന് തോന്നുകയും അവരിൽ പലരും ഡിപ്രഷനിലേക്കൊക്കെ പോവുകയും ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഇതിനെക്കുറിച്ച് പല മാഗസിൻസിലൊക്കെ ഇതിനെക്കുറിച്ചുള്ള റിപ്പോർട്ടുകളൊക്കെ വന്ന് കാണാനിടയായി. ഒരു പക്ഷേ ഇങ്ങനെ ചിന്തിക്കാം, ഒരാൾ തൻ്റെ ജീവിതത്തിൽ തൻ്റെ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് ആഘോഷിക്കുന്നത് വേറൊരാൾക്ക് പ്രശ്നമാകുന്നെങ്കിൽ അത് ആഘോഷിക്കുന്ന ആളിൻ്റെ കുഴപ്പം കൊണ്ടല്ലല്ലോ എന്ന് ചിന്തിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു നല്ല കാര്യത്തിന് വേണ്ടിയുള്ള ആഘോഷമല്ല, ഒരു മോശമായ കാര്യത്തിന് വേണ്ടി, താൽക്കാലിക ഭോഗാസക്തിയെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി താൽക്കാലിക ബന്ധങ്ങൾ സ്ഥാപിച്ച് ആസ്വദിക്കാനുള്ളൊരു ശ്രമമാണ്. അങ്ങനെയുള്ള ഒരു ശ്രമം അനേകരെ നിരാശരാക്കുകയും അല്ലെങ്കിൽ ഡിപ്രഷനിലേക്ക് വിടുകയും ചെയ്യുന്നു എന്നൊക്കെ പറയുന്നത് വളരെ ദുഃഖകരമായ ഒരു കാര്യവുമാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. പിന്നെ ഈ വാലന്റൈൻ ദിനത്തിൽ പുതിയ പല പ്രണയങ്ങൾ മുട്ടിടുന്നുകൊണ്ടായിരിക്കും, പഴയത് ചിലത് തകരുന്നുകൊണ്ടായിരിക്കും. പുതിയ ഒരാളെ കണ്ടെത്തി പുതിയൊരു സമ്മാനമൊക്കെ കൊടുത്ത് പുതിയൊരു ബന്ധം സ്ഥാപിക്കുകയും. അപ്പോൾ ഇത് വാസ്തവത്തിൽ പ്രണയത്തിൻ്റെ ഒരു ശവകുടീരം കൂടെ ആകാനുള്ള സാധ്യതയില്ല. തീർച്ചയായിട്ടും. കാരണം ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ മനസ്സിലാക്കിയത് ഈ വിവാഹബന്ധം തകർന്നവർക്ക് വേണ്ടി തന്നെ ഒരു ഡേ ഉണ്ട്. അപ്പോൾ ഇതിനെല്ലാത്തിനും ഓരോ ഡേ അങ്ങ് വെച്ച് ജസ്റ്റ് ഒന്ന് സെലിബ്രേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അത് എന്ന് പറയുന്നത് പോലെ പുതിയ പ്രണയബന്ധങ്ങൾ കണ്ടെത്താനും ഉള്ള ഒരു വേദിയായിട്ട് ഇത് തീരുന്നുണ്ട്. അപ്പോൾ അത് ഏറ്റവും അപകടകരമായിട്ട് മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഈ പ്രായം ഇന്നത്തെ കാലത്ത് ഒരു പ്രശ്നമേ അല്ല എന്നുള്ളതാണ്. ഈ പ്രായം കൂടിയ സ്ത്രീകളുടെ പിന്നാലെ ടീനേജുകാർ പോവുക, അല്ലെങ്കിൽ ടീനേജ് പെൺകുട്ടികളുടെ പിന്നാലെ പ്രായം കൂടിയ പുരുഷന്മാർ പോവുക, അങ്ങനെ ഒരു ഇതുകൂടെ ഇതിനകത്ത് സംഭവിക്കുന്നുണ്ട്. അതിന് ശരീരശാസ്ത്രപരമായിട്ട് ഒരു വലിയ ഒരു പ്രശ്നമില്ലേ വാസ്തവത്തിൽ? തീർച്ചയായിട്ടും. ഏകദേശം സമാനമായ പ്രായത്തിലുള്ളവരുടെ വൈകാരികമായിട്ടുള്ള വികാസമായിരിക്കും സമാനമായിട്ടുള്ളത്. അതെ. അപ്പം വൈകാരികമായിട്ട് സമാനതകളില്ലാത്തവർ ഒരുമിച്ച് ചേരുമ്പോണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങൾ പിന്നീട് ഭാവിയിലും ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. മാത്രമല്ല ഇതിനകത്തെല്ലാം ഈ ലൈംഗികതയുടെ ആ ഒരു ചുമന്ന അല്ലെങ്കിൽ ഒരു കറുത്ത ഫേസ് ഉണ്ടെന്നുള്ളത് വളരെ വ്യക്തമാണ്. അപ്പോൾ അവിടെ അതിൻ്റെ ഒരു മുഖം മൂടിയായിട്ടാണ് പലപ്പോഴും ഈ വാലന്റൈൻസ് ഡേ പുറത്തറിയപ്പെടുന്നത്. അപ്പോൾ ഇതൊരു ആഘോഷം മാത്രമാണ് എന്നുള്ള രീതിയിൽ പല കുടുംബങ്ങൾ ഇതിപ്പോൾ അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങി എന്നുള്ളതാണ്. കുട്ടികൾ വാലന്റൈൻസ് ഡേ ആഘോഷിക്കുന്നത് അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങിയ ഒരു മാതാപിതാക്കന്മാർ പോലും അക്സെപ്റ്റ് ചെയ്യുന്നുള്ളത് വളരെ ഒരു ഭയാനകമായ ഒരു കാര്യം തന്നെയാണ്. എൻ്റെ കൊച്ചുനാളിലൊന്നും ഞാനിങ്ങനെ ഒരു വാക്കേ കേട്ടിട്ടില്ല. ഒരു പക്ഷേ ഒരു 20 വർഷമൊക്കെ ആയി കാണത്തുള്ളൂ ഞാൻ കേട്ടു തുടങ്ങിയിട്ട്. മുമ്പ് ഉണ്ടായിരുന്നിരിക്കാം. ഒരുപക്ഷെ ഈ പാശ്ചാത്യ സംസ്കാരം ഇങ്ങോട്ട് പറിച്ചു നടുകയും അത് 2 കൈ നീട്ടി സ്വീകരിക്കുകയും ഇവിടെയുള്ള കുടുംബഭദ്രതയുടെ
തകർക്കുന്ന ഒരവസ്ഥയിലേക്കല്ലേ ഇത് നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് ഈ കുടുംബ ബന്ധങ്ങളിലേക്കും ഭയങ്കരമായിട്ട് ഇത് ബാധിക്കുന്നുണ്ട്. ഇപ്പോൾ ജോലി സ്ഥലങ്ങളിലായിരുന്നാലും ഈ സൗഹൃദത്തിൻ്റെ പേരിൽ പതുക്കെ വാലന്റൈൻസ് ഒരു ഫ്രണ്ടിനെ കണ്ടെത്തുന്നു. അപ്പോൾ ഈ സൗഹൃദങ്ങൾ ഇവർ ചിലപ്പോൾ വിവാഹിതരായിരിക്കും. അപ്പോൾ വിവാഹേതര ബന്ധങ്ങൾക്ക് ഉള്ള ഒരു വാതിൽ കൂടെയായിട്ട് ഈ ഡേ അറിയപ്പെടുന്നു എന്നുള്ളത് വളരെ അപകടകരമായൊരു സാഹചര്യം തന്നെയാണിത്. തീർച്ചയായിട്ടും നമ്മൾ ഇതുവരെ പറഞ്ഞത് സെക്യുലറായിട്ട് ഇതിനുള്ള കാര്യങ്ങളെക്കുറിച്ചാണല്ലോ. ബിബ്ലിക്കലായിട്ടും ഇതിന് ഒരു വലിയ പ്രസക്തി ഉണ്ട് എന്നെനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ ആത്മീക വീക്ഷണകോണിൽ നിന്നും ഇതിന് വലിയൊരു പ്രസക്തിയുണ്ട്. ബൈബിള് പഠിപ്പിക്കുന്ന ആ സ്നേഹം എന്ന് പറയുന്നത് വളരെ ഉദാത്തമാണ്. കൊരിന്ത്യലേഖനം 1 കൊരിന്ത്യർ 13 അതിൻ്റെ മഹിമയെക്കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് വളരെ ലോക സാഹിത്യത്തിലെ തന്നെ അതുല്യമായ ഒരു സൃഷ്ടിയാണ്. അതെ, ഇത് വളരെ ഉദാത്തമായിട്ടുള്ള, വളരെ പക്വമായിട്ടുള്ള, അല്ലെങ്കിൽ സെൽഫ് സാക്രിഫൈസിൽ സ്വയം ത്യാഗം ചെയ്യുന്ന ഒരു കാര്യമായിട്ടായിരിക്കുന്നത്. യേശുക്രിസ്തു ക്രൂശിൽ പ്രദർശിപ്പിച്ച ആ സ്നേഹം തന്നെയാണ് ബൈബിൾ അനുസരിച്ച് ഭാര്യാഭർത്തൃ ജീവിതത്തിലും ഉണ്ടായിരിക്കേണ്ടത്. വളരെ ഉദാത്തമായ പ്രണയം, ഉദാത്തമായ സ്നേഹം. അതിന് പകരം വയ്ക്കാവുന്ന ഒന്നല്ല വാസ്തവത്തിൽ വാലന്റൈൻ ദിനത്തിലെ ക്ഷിപ്ര പ്രണയങ്ങളൊന്നും തന്നെ. ഇവിടെ പ്രചരിപ്പിക്കപ്പെടുന്ന സ്നേഹം വളരെ താൽക്കാലികമായ നൈമിഷികമായിട്ടുള്ള വിചാരാധിഷ്ഠിതമായിട്ടുള്ള പ്രണയമാണ്. ബൈബിളിൻ്റെ സ്നേഹമാണ് വാസ്തവത്തിൽ വിലയുള്ളത്. അതിൻ്റെ ഉദാത്തമായ മാതൃക കാൽവറി ക്രൂശിലാണ് നമ്മൾ കാണുന്നത്. തീർച്ചയായിട്ടും മാനവജാതിയൊക്കെ പാപം ചെയ്യുകയും അവർ ദൈവത്തെ കോപിപ്പിക്കുകയും അവർ നിത്യശിക്ഷയ്ക്ക് അർഹരായി തീരുകയും ചെയ്തപ്പോൾ ദൈവം അവർക്ക് പകരമായിട്ട് യേശുക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക് അയച്ച്, ഒരു മനുഷ്യനായിട്ട് അയച്ച്, അവർക്ക് പകരമായിട്ട് മരിക്കാൻ അനുവദിച്ച്, അങ്ങനെ അവരുടെ ശിക്ഷ യേശുക്രിസ്തു ഏറ്റെടുത്ത് പാപപരിഹാരം വരുത്തുന്ന കാഴ്ചയാണ് ക്രൂശിൽ കാണുന്നത്. ക്രൂശിൽ നമ്മൾ ക്രൂശിത ചിത്രമൊക്കെ ധാരാളം കണ്ടിട്ടുണ്ടായിരിക്കാം. ആണിയിൽ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുന്ന യേശുക്രിസ്തു ശ്വാസം വലിക്കാൻ പോലും കഴിയാതെ ആ അവസ്ഥയിൽ വേദന അനുഭവിക്കുന്നത് തീർച്ചയായിട്ടും ആരുടെയും കണ്ണുകളെ ഈറനണിയിക്കുന്ന കാഴ്ചയാണ്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ശരീരമൊക്കെ ആകെ അടിച്ച് തകർത്ത് നിലമുഴുതു മറിക്കുന്ന പോലുള്ള അവസ്ഥയിലാണ് അദ്ദേഹം കാൽവറി ക്രൂശിൽ കിടക്കുന്നത്. നമ്മൾ കാണാത്ത അദ്ദേഹത്തിൻ്റെ വേദനയുടെ ഒരു പുറംകുടയുണ്ട്. അതായത് താനുമായി സ്നേഹത്തിൽ ഒന്നായിരിക്കുന്ന പിതാവ് തൻ്റെ മുഖം മറച്ചു കളഞ്ഞ നിമിഷങ്ങളായിരുന്നു കാൽവറി ക്രൂശിൽ യേശുക്രിസ്തു അനുഭവിച്ചത്. മാത്രമല്ല മൂന്നാമതായിട്ട് യേശുക്രിസ്തു തൻ്റെ സൃഷ്ടിയിൽ നിന്ന് നിന്നെ അനുഭവിക്കുക. അതെ, അതിൻ്റെ ആ അവസ്ഥ നമുക്ക് ചിന്തിക്കാവുന്നതിലൊക്കെ അപ്പുറം. ഇങ്ങനെ ബഹുവിധമായിട്ട് കഷ്ടമനുഭവിച്ച് യേശുക്രിസ്തു നമുക്ക് പകരമായിട്ട് മരിക്കുകയായിരുന്നു. അപ്പോൾ ആരെങ്കിലും ചോദിക്കാം, വേറൊരാൾ മരിച്ചാൽ എനിക്കെങ്ങനെ പാപമോചനം ലഭിക്കുമെന്ന്. നമ്മുടെ നിയമവ്യവസ്ഥയിലൊക്കെ കടമുള്ള ഒരാളുടെ കടം വേറൊരാൾ അടച്ചു തീർത്താൽ ആ കടത്തിൽ നിന്ന് മോചനം കിട്ടുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ ക്രിമിനൽ കുറ്റം ചെയ്ത ഒരാൾക്കും വേറൊരാൾക്ക് അതിന് പകരം വീട്ടാനായിട്ട് കഴിയത്തില്ലെങ്കിൽ പോലും അവരവർ തന്നെ ഒരു നിശ്ചിത സമയം, ഒരു കൊലപാതകയാണെങ്കിൽ 30 വർഷമോ അല്ലെങ്കിൽ ഒരു മോഷ്ടാവാണെങ്കിൽ 5 വർഷമോ, ഇങ്ങനെ നിശ്ചിത സമയം അതിന് പകരമായിട്ട് ശിക്ഷ അനുഭവിച്ചാൽ രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പം പകരമായി ശിക്ഷ അനുഭവിക്കുന്ന വ്യവസ്ഥിതി വാസ്തവത്തിൽ നമ്മുടെ നിയമത്തിൽ നിന്ന് അന്യമല്ല. മാത്രമല്ല മാനവജാതിയുടെ തെറ്റ് നിത്യനായ ദൈവത്തിനെതിരെയാണ്. അപ്പം നിത്യനായ ദൈവത്തിനെതിരെയുള്ള തെറ്റിന് ശിക്ഷയും നിത്യമായ ശിക്ഷ തന്നെയായിരിക്കും. നമുക്കറിയാം, നമ്മൾ 2 കുഞ്ഞുങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കല്ലെടുത്തെറിഞ്ഞാൽ വലിയ ഗൗരവമായിട്ട് എടുക്കത്തില്ല. ഒന്ന്, അവർക്ക് വിവരമില്ല, കാര്യങ്ങൾ അറിയത്തില്ല. 2, അവർ കുഞ്ഞുങ്ങളാണ്, അങ്ങോട്ടും ഇങ്ങോട്ടുമാണ് തെറ്റ് ചെയ്യുക. അതിന് വലിയ പ്രാധാന്യം നമ്മൾ കൊടുക്കില്ല. അതേസമയത്ത് മുതിർന്നവർ തന്നെയാണെങ്കിൽ അത് ചിലപ്പോൾ ഒരു FIR-ലും കേസിലും ഒക്കെ ചെന്ന് അവസാനിക്കും. ചിലപ്പം കുറ്റം ചെയ്ത ആളിന് ശിക്ഷയും കിട്ടിയെന്ന് വരും. അതേസമയത്ത് ഒരു വിദേശ പ്രസിഡന്റ് ഇന്ത്യയിൽ വരുമ്പോൾ ഇതുപോലൊരു കല്ലെടുത്തെറിഞ്ഞാൽ വധശിക്ഷ തന്നെ കിട്ടിയെന്ന് വന്നേക്കാം. കാരണം ഉയർന്ന ഒരാളെ ആക്രമിക്കുന്നത് കൂടുതൽ ഗൗരവകരമായിട്ട് നമ്മുടെ നിയമവ്യവസ്ഥകൾ കാണുന്നുണ്ട്. എന്ന് പറഞ്ഞതുപോലെ സർവശക്തനായ, സർവസ്നേഹിയായ, നല്ലവനായ, സൃഷ്ടാവായ ദൈവത്തിനെതിരെയുള്ള പാപത്തിന്, നിത്യനായ ദൈവത്തിനെതിരെയുള്ള പാപത്തിന് നിത്യശിക്ഷ തന്നെയാണ് ന്യായമായിട്ടുള്ളത്. അത് നമ്മൾ നമ്മുടെ സാധാരണ യുക്തി അനുസരിച്ചും നിയമവ്യവസ്ഥിതി അനുസരിച്ചും ന്യായമനുസരിച്ചും ഒക്കെ ചിന്തിച്ചാലും അങ്ങനെ തന്നെയാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ ദൈവത്തിനെതിരെ ചെയ്ത പാപത്തിൻ്റെ ശിക്ഷ നിത്യശിക്ഷാവിധിയാണ്. അത് അവരവർക്ക് തന്നെ ഏറ്റെടുക്കാനായിട്ട് സാധിക്കത്തില്ല.
വേറൊരു മനുഷ്യനും സാധിക്കത്തില്ല. അങ്ങനെയൊരു ധർമ്മസങ്കടത്തിലായിരുന്നു മനുഷ്യന്. അപ്പോഴാണ് ദൈവം ഇടപെടുന്നത്. സർവശക്തനായ സർവസ്നേഹിയായ ദൈവം ആ സന്നിഗ്ധ ഘട്ടത്തിൽ മനുഷ്യരുടെ പ്രശ്നത്തിലേക്ക് ഇടപെടുകയായിരുന്നു. അങ്ങനെയാണ് യേശുക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക് അയച്ച് നമുക്ക് പകരമായിട്ട് മരിക്കാനായിട്ട് അനുവദിച്ചത്. യേശുക്രിസ്തുവിൻ്റെ മരണത്തിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. ഒന്ന്, താൻ നിത്യനായിരുന്നു. യേശുക്രിസ്തുവിൻ്റെ അനുഭവങ്ങൾക്കെല്ലാം നിത്യമായിട്ടുള്ള അളവുണ്ടായിരുന്നു. അതെ അതെ. മാത്രമല്ല താൻ സർവജ്ഞാനിയുമായിരുന്നു. ഒരു സർവജ്ഞാനിക്ക് എല്ലാ അനുഭവങ്ങളും നിത്യമാണ്. സർവജ്ഞാനി എന്ന് പറഞ്ഞാലേ നിത്യതയിൽ തന്നെ എല്ലാം അറിയുന്ന ആളെന്നാണല്ലോ. അങ്ങനെയാണെങ്കിൽ യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ മാനവജാതിക്ക് വേണ്ടി അനുഭവിച്ച ആ കഷ്ടങ്ങളൊക്കെ തന്നെ നിത്യമായിട്ട് തന്നെ അനുഭവിച്ചറിഞ്ഞിരിക്കണം. എന്ന് പറഞ്ഞാൽ ഒരു നിമിഷം ക്രൂശിൽ തൂങ്ങിക്കിടന്നാൽ തന്നെ അതിന് നിത്യതയുടെ പരിമാണം ആണുള്ളത്, അളവാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് യേശുക്രിസ്തു അനുഭവിച്ച ആ ശിക്ഷയ്ക്ക് നമുക്ക് അളവ് നിശ്ചയിക്കാൻ പറ്റില്ല. ഒരുപക്ഷെ അനന്തമായ അളവ് അല്ലെങ്കിൽ ഇൻഫിനിറ്റ് ക്വാണ്ടിറ്റി എന്നൊക്കെ പറഞ്ഞ് അവസാനിപ്പിക്കാനേ പറ്റത്തുള്ളൂ. അപ്പം അത് നമ്മുടെ എല്ലാവരുടെയും, ഈ ലോകത്ത് ജീവിച്ചിരുന്ന സകല മനുഷ്യരുടെയും, ഇനി ജീവിക്കാൻ പോകുന്ന സകല മനുഷ്യരുടെയും നിത്യശിക്ഷാവിധിക്ക് പകരമാകത്തക്ക വിധത്തിലുള്ള ശിക്ഷാവിധി അനുഭവിക്കാൻ ദൈവം മനുഷ്യനായിട്ട് അവതരിച്ച് മരിച്ചെങ്കിലേ കഴിയുമായിരുന്നുള്ളൂ. അങ്ങനെ ആ കാൽവറി ക്രൂശിൽ ദൈവം സാധിച്ചെടുത്തത് അത് തന്നെയാണ്. നമ്മുടെയൊക്കെ പാപത്തിന് വേണ്ടി പകരമായിട്ട് യേശുക്രിസ്തു ശിക്ഷ അനുഭവിച്ച് നമുക്ക് വേണ്ടി മരിക്കുന്ന വ്യവസ്ഥിതി, അതാണ് ആ ക്രൂശാണ് വാസ്തവത്തിൽ സ്നേഹത്തിൻ്റെ പാരമ്യം. ആ സ്നേഹത്തിൻ്റെ പാരമ്യവുമായ ക്രൂശുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ വാലന്റൈനിലെ പ്രണയ സ്നേഹം എന്ന് പറയുന്നത് എത്രയോ ഇൻഫീരിയറാണ്. മാത്രമല്ല, നമ്മൾ നേരത്തെ ചിന്തിച്ചതുപോലെ അത് ഭൗതികമായിട്ടും ആത്മീയമായിട്ടും ഒക്കെ മനുഷ്യന് വളരെ ദോഷം ചെയ്യുന്ന ഒരു കാര്യവുമാണ്. അവിടെയുള്ള കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്നത് ത്യാഗത്തോടുകൂടെയുള്ള ഒരു സ്നേഹമാണ്. ക്രൂശിലെ സ്നേഹം. അതെ അതെ. അപ്പോൾ ആ ഒരു തലത്തിലേക്കാണ് യഥാർത്ഥത്തിൽ മനുഷ്യൻ പോകേണ്ടതുള്ളത്. അതിൻ്റെ ഒരു റിപ്ലിക്കേഷനാണ് കുടുംബജീവിതത്തിലും വരേണ്ടത്. 1 കൊരിന്ത്യർ 13-ാമത്തെ അധ്യായത്തിൽ ദൈവം സ്നേഹത്തെക്കുറിച്ച് വിവരിക്കുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെയുള്ള വാലന്റൈൻസ് ഡേയിലെ ദിനത്തിലെ സ്നേഹവും ഇതും തമ്മിലുള്ള ഒരു താരതമ്യം നടത്തുമ്പോൾ ഭയങ്കരമായിട്ട് നമുക്ക് അതിശയം തോന്നിപ്പോകും. കാരണം ദൈവത്തിൻ്റെ സ്നേഹം മനുഷ്യനോട് കാണിച്ചതിൻ്റെ ആ ഒരു ഉദാത്തമായ രീതിയാണ് നമ്മൾ നേരത്തെ സാറ് പറഞ്ഞ് നമ്മൾ വിവരിച്ചു കേട്ടത്. മറ്റേ സ്നേഹത്തിലാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ ചതിയും വഞ്ചനയും പണച്ചെലവും അവസാനം ആത്മഹത്യ പോലുള്ള അല്ലെങ്കിൽ കൊലപാതകം പോലുള്ളതിൽ അവസാനിക്കുന്ന അതിൻ്റെ ഒരു ആഘോഷത്തിൻ്റെ തുടക്കമായിരിക്കും ഇത്തരത്തിലുള്ള വാലന്റൈൻസ് ഡേകൾ. നമ്മുടെ യുവാക്കളോട് പറയാനുള്ളത്, അവർ റോമാലേഖനം 12:1-2 അധ്യായത്തിൽ പറയുന്നത് പോലെ ഈ ലോകത്തിന് അനുരൂപമാകാതെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണമെന്നുള്ള, ഒരുവൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടി എന്നാണല്ലോ നമ്മൾ വായിക്കുന്നത്. ഈ ലോകത്തിലെ പാപത്തിലൊക്കെ മോദിച്ച് ജീവിതം നശിപ്പിക്കുന്നതിന് പകരം ഇപ്പോൾ ഈ ലോകത്തിലെ ഇങ്ങനെയുള്ള എങ്ങനെയെങ്കിലും ആഘോഷിക്കണം, എങ്ങനെയെങ്കിലും സുഖഭോഗങ്ങളിൽ ഉൾപ്പെടണം എന്നുള്ള ആ വാഞ്ചയൊക്കെ മാറ്റിവെച്ച് ദൈവിക പദ്ധതിയായിട്ടുള്ള കുടുംബജീവിതത്തിലൂടെ അങ്ങനെയുള്ള സന്തോഷവും സമാധാനമൊക്കെ ആസ്വദിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഉയർന്നു വരണം. ഈ ആഘോഷങ്ങളൊക്കെ അവസാനം തരുന്നത് മനസാക്ഷിക്കുത്തും ദുഃഖങ്ങളും സങ്കടങ്ങളുമാണ്. അതേസമയം മനസ്സുപുതുക്കി രൂപാന്തരപ്പെട്ട ദൈവിക നിലവാരത്തിലേക്ക് ഉയരുകയാണെങ്കിൽ നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കുന്നിടത്തോളം കാലവും മാത്രമല്ല നിത്യതയിലും സമാധാനവും സന്തോഷവും ലഭിക്കാനുള്ള മാർഗമാണ് അത്. നാം മനസ്സിലാക്കുന്നത് പോലെ തന്നെ ഈ മൂഢജാതിയുടെ ഇത്തരത്തിലുള്ള ഈ സ്നേഹബന്ധത്തിൻ്റെ ആഘോഷങ്ങളുടെ പിന്നാലെ പോകുമ്പോൾ അവസാനം നഷ്ടമല്ലാതെ ഒരു ലാഭവും കിട്ടിയതായിട്ട് ആരും പറയുന്നില്ല. എവിടെയെങ്കിലുമൊക്കെ ചതിക്കപ്പെടുന്നു, വഞ്ചിക്കപ്പെടുന്നു. അപ്പം അത്തരത്തിലൊരു സാഹചര്യത്തിലേക്ക് യൗവനക്കാർ പോകാതെ ശരിയായ ദൈവത്തിങ്കിലേക്കുള്ള മടങ്ങിവരവിൻ്റെ ഒരു ദിവസമായി തീരാനായിട്ട് ഇടയാകണം. ഇവിടെ പ്രധാനമായിട്ടും 3 കാര്യങ്ങളാണ് സംഭവിക്കേണ്ടതുള്ളത്. അതായത് എൻ്റെ ജീവിതത്തിലെ കുറവുകളും തെറ്റുകളും, ഞാൻ ദൈവത്തിൽ നിന്ന് അകന്നുപോയ വ്യക്തിയാണ്. എൻ്റെ നോട്ടത്തിലും ചിന്തയിലും പ്രവൃത്തിയിലും വാക്കുകളിലൊക്കെ ദൈവത്തിൻ്റെ സ്റ്റാൻഡേർഡിൽ നിന്ന് താഴ്ന്നു പോയ വ്യക്തിയാണ് എന്ന തിരിച്ചറിവ് അദ്ദേഹത്തിനുണ്ടാകുകയും ആ വ്യക്തി ഞാനൊരു പാപിയാണ് എന്ന തലത്തിലോട്ട് വരിക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അങ്ങനെയാണെങ്കിൽ എൻ്റെ പാപത്തിന് വേണ്ടി കർത്താവായ യേശു ക്രിസ്തു മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു എന്നുള്ള ആ ഒരു ബോധ്യത്തിലേക്ക് വരുന്ന 2ാം ഘട്ടമാണ് ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. അതിലൂടെ 3ാം ഘട്ടമായ ഞാൻ യേശുവിനെ സ്വീകരിക്കുന്നു, എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ സ്വീകരിക്കുന്നു, ഇന്നു മുതൽ ഞാൻ ആ ദൈവത്തിന് വേണ്ടി ജീവിക്കാനിടയാകും. അങ്ങനെ ദൈവത്തെ ഹൃദയത്തിൽ സ്വീകരിച്ച് ദൈവവുമായിട്ടുള്ള സ്നേഹബന്ധത്തിലേക്ക് തുടരുന്നതാണ് യഥാർത്ഥമായിട്ട് ഒരു വ്യക്തിക്ക് ഈ ഒറിജിനൽ സ്നേഹം എങ്ങനെയാണെന്ന് രുചിച്ചറിയാനായിട്ട് സാധിക്കുന്നത്. അപ്പം സാറ് പറയുന്നത് വാലന്റൈൻസ് ഡേ ഒരു വാലിയൻ ഡേ ആയിട്ട് മാറണം. അതെ.
അതായത് സ്വയം ദൈവത്തിന് സമർപ്പിക്കാൻ ധൈര്യം കാണിക്കണം. അങ്ങനെ മുന്നോട്ട് വന്ന് അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതം നയിക്കാൻ ഇടയാകണം. അതെ, നമുക്കെല്ലാവർക്കും വേണ്ടത് ഈ ദൈവവുമായിട്ടുള്ള ഉദാത്തമായ ബന്ധത്തിലേക്ക് വരിക, വ്യക്തിജീവിതങ്ങൾ നിർമാല്യമായ അല്ലെങ്കിൽ നിത്യം നിലനിൽക്കുന്ന ഒരു സ്നേഹബന്ധത്തിലോട്ട് വരിക. ആ ഒരു ത്യാഗമനോഭാവമുള്ള സ്നേഹബന്ധമാണ് സ്വർഗത്തിലെ ദൈവം പ്രതീക്ഷിക്കുന്ന ദൈവവുമായിട്ടുള്ള സ്നേഹബന്ധം. ഇതേ തന്നെയാണ് ഭാര്യയും ഭർത്താവും തമ്മിൽ നമ്മുടെ കുടുംബജീവിതത്തിലും ത്യാഗത്തോടുകൂടെ നിർവ്യാജ സ്നേഹത്തിലോട്ട് വരേണ്ടതുണ്ട്. ഞങ്ങളുടെ എല്ലാ ശ്രോതാക്കൾക്കും വാലിയന്റ് ഡേ ഞങ്ങൾ ആശംസിക്കുന്നു. വരും ദിവസങ്ങളിൽ നിങ്ങളുടെ ചോദ്യങ്ങൾ ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടുക. തീർച്ചയായിട്ടും അതിനുള്ള ഉത്തരങ്ങൾ നിങ്ങൾക്ക് ഞങ്ങൾ നൽകുന്നതാണ്. അപ്പം വാലിയന്റ് ഡേ ദിനാശംസകൾ.